ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ സബ്ജിലേക്കുള്ള ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. എനിക്ക് ഒരു ഡാൻസ് ടീച്ചർ വന്ന് ഞങ്ങളുടെ സ്കൂളിൽ ടീച്ചർ വെച്ചിട്ട് വന്നിരുന്നു. അപ്പോൾ ആ ടീച്ചർ പഠിപ്പിച്ച് തരുന്ന ഡാൻസ് പ്രാക്ടീസാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നേരെ വീഡിയോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും പിന്നെ ബെൽ നോക്കിക്കണേ. നേരെ വീഡിയോ. ഇത് ഒരിക്കലും അവരുടെ ക്ലാസ് സ്കൂൾ സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. കുറച്ച് ഭാഗമുള്ളൂ. ഫുള്ളായിട്ട് നമുക്ക് സ്റ്റേജിൽ കളിച്ചിട്ട് അത് ഞാൻ വേറെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. വേറെ വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഡാൻസ് മാത്രം ഒരു വീഡിയോ. മക്കളൊക്കെ നല്ല കളിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇടയിൽ ഏതോ ഒരു കുട്ടി മാത്രം ഒത്തിരി മിസ്റ്റേക്ക് ഉണ്ടായിട്ടുള്ളതിന് ആ കുട്ടീനെ സ്റ്റേജിൽ നിന്ന് കൊണ്ട് ഇറക്കി. മറ്റുള്ളവർ കളിച്ചോട്ടെ വെച്ചിട്ട് അനുഷ്കയാണത്. ഇനി ഇത് നമ്മൾ ഫൈനൽ പ്രാക്ടീസിൻ്റെ എന്നാണ് വെച്ചാൽ സബ് ജില്ല നമുക്ക് 10-ാം തീയതി ഡേറ്റ്, 9-ാം തീയതി വൈകുന്നേരം ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. എന്നാൽ രാവിലെ നേരത്തെ 8 മണി ആകുമ്പോഴത്തേക്ക് ഇവിടെ എത്താൻ പറഞ്ഞിനി. 9 മണി ആകുമ്പോഴത്തേക്ക് സ്കൂളിൽ നിന്ന് പോകാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് കറക്റ്റാക്കി വെക്കുകയാണ്. അതിൻ്റെ ഇടയിൽ മക്കൾ ഓരോന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, കളിക്കുന്നുണ്ട്. ഞാൻ എല്ലാ പ്രാക്ടീസിനൊന്നും പോയില്ലായിരുന്നു കേട്ടോ. ഇത് ചെറിയ ഇതുള്ളതുകൊണ്ടേ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയതാണ്. അന്നേരം കുറച്ച് നേരം വീഡിയോ എടുത്തിട്ടുള്ളൂ. അതാണത്. മക്കളൊക്കെ നല്ല ഉഷാറിലാണ്, നല്ല ഹാപ്പിയിലാണ്. എൻഡിങ് ആയല്ലോ. ചിലർക്ക് നല്ല ടെൻഷനുണ്ട്. ബിസ്ക്കറ്റ് കഴിക്കാനാണ് വൈകുന്നേരം ഇനി പോയത്. ഞാനൊരു 3 മണിയൊക്കെ ആകുമ്പോൾ പോയിനി. 3 മണിയാകുമ്പോൾ പോയി. ലാസ്റ്റ് പ്രാക്ടീസ് കഴിഞ്ഞ് 5 മണിയാകുമ്പോൾ മോളെയും കൂട്ടിയിട്ടാണ് തിരിച്ച് വന്നത്. അന്ന് മോളെ ഓട്ടോയ്ക്ക് കൊണ്ടുവരലാണ് സ്വതവേ. അന്ന് ഞാൻ പോയതുകൊണ്ട് എൻ്റെ കൂടെ തന്നെ കൊണ്ടുവന്ന്. അതുപോലെ വൈകുന്നേരം വീട്ടിൽ വന്നാൽ നമ്മൾ 4:30 ആകുമ്പോൾ വീട്ടിൽ വന്നാൽ ചായ കുടിക്കുമല്ലോ. അപ്പോൾ ആ ടൈം ആയപ്പം ഓൾക്ക് അവിടുന്ന് ബിസ്ക്കറ്റും വെള്ളമൊക്കെ കൊടുത്തതാണ്. മക്കളല്ലേ, വിശക്കില്ല അവർക്ക്. ഡെയിലി കളിക്കുന്ന ടൈം ആകുമ്പോഴത്തേക്ക് അവർക്ക് വിശപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് വിശപ്പ് വരാൻ തുടങ്ങും. പിന്നെ ക്ഷീണിക്കും ചെയ്യില്ല. രാവിലെ മുതലേ പ്രാക്ടീസല്ലേ. ഒക്കെ കഴിഞ്ഞ് ഡാൻസ് സ്റ്റെപ്പ് നിൽക്കാൻ പോയപ്പോൾ ഓൾക്ക് രണ്ടാൾക്കും വെള്ളം കുടിക്കാൻ പോകണം. എല്ലാവരോടും ടിഫിനൊക്കെ നല്ലോണം കഴിച്ച് കഴിഞ്ഞ് വെള്ളം കുടിക്കാൻ പറഞ്ഞതാണ്. ഇത് സ്റ്റാർട്ടിങ് ആട്ടോ, ഡാൻസിൻ്റെ സ്റ്റാർട്ടിങ് ആണത്. ഇതിൽ 1-2 കുട്ടികൾ അനുഷ്കേൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ തന്നെയാണ്. പിന്നെ 4-ാം ക്ലാസ്സിലെ മക്കളുണ്ട്. 2-ാം ക്ലാസ്സിലൊരു കുട്ടിയുണ്ട്. മൊത്തം 7 മക്കളാണ് ഇവർ കളിക്കാനുള്ളത്. പിന്നെ ഒരു സിംഗിളുണ്ട്, അത് പാറൂസ്. അതുകൂടെ ഞങ്ങൾ നെയ്ബർ തന്നെയാണ്. അവൾ ഈ കൂട്ടത്തിലില്ല, അവൾ സിംഗിൾ ഡാൻസാണ്. ഒരു മുത്തപ്പൻ സോങ്. ഇത് മീനാക്ഷി കല്യാണം സോങ്. ഒരുപാട് പണിയെടുത്തിട്ടാണ് മക്കളെ അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട് മക്കൾ ഈ ഡാൻസിന് വേണ്ടിയിട്ട്. ഒരുപാട് മക്കൾ മാത്രമല്ല, ടീച്ചേഴ്സ്, പേരൻസ്, 2 പേരൻസ് ഡെയിലി വരുന്നുണ്ട്. ഈവനിങ് ആണ് വരിക. പക്ഷേ ഓരോ ഡാൻസ് ടീച്ചറെ കൂടെ കൂടിങ്ങാണ്ട് ടീച്ചർ അത്രത്തോളം തന്നെ എഫേർട്ട് ഓരോ എടുക്കുന്നുണ്ട്. മക്കൾക്ക് ഇത് കറക്റ്റ് ആവാനേ, ഒരാൾ ചിരിക്കുകയാണെങ്കിൽ ഒരാൾ ചിരിക്കില്ല, ഒരാൾ ശരിക്ക് കളിച്ചാൽ ഒരാൾ തെറ്റിച്ച് കളിക്കും.
പല പല മിസ്റ്റേക്കുകൾ, പല ടൈമിൽ പല മിസ്റ്റേക്കുകൾ, ഒരാളല്ലെങ്കിൽ ഒരാൾ മിസ്റ്റേക്ക് കാണിച്ചുകൊണ്ടേ നിൽക്കുകയാണ്. കൈകൊണ്ട് പിടിച്ച് കളിച്ചോ? നമ്മൾ ഡാൻസ് പഠിച്ച മക്കളൊക്കെ ആകുമ്പോൾ ഏകദേശമൊക്കെ നിശ്ചയുണ്ടാവും, മുഖഭാവമൊക്കെ ചിലർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും. അപ്പം ഇനി കലോത്സവത്തിൻ്റെ അന്ന് ഗ്രീൻ റൂം വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ബെൽ ബട്ടനും ഞെക്കിയേക്കണേ. ബൈ.